നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് മഴക്കാലല്ലേ, അപ്പോ പിന്നെ കാറ്റും മഴയും ഇടിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാറ്റൊക്കെ വരാൻ സാധ്യതകളുണ്ട്. നമ്മുടെ വീട്ടിന്റെ അടുത്ത് ചാരിക്കുന്ന മരങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് മുറിച്ച് മാറ്റും. അതുപോലത്തെ ഒരു സംഭവം ഇന്ന് നമ്മളെ വീട്ടില്ല. അപ്പൊ നമ്മളെ മുപ്പിന്റെ വീടിന്റെ സൈഡിൽ ഒരു തെങ്ങുണ്ട്. ആ തെങ്ങ് മുകളിലൊക്കെ കാണാൻ ഉഷാറാണ്. താഴെയുണ്ടല്ല എന്താ പറയുക, ഇങ്ങനെ പൊട്ടി 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 പോയിട്ട് വീഴാനായിന്. അടുത്തൊരു കാറ്റുണ്ടെങ്കിൽ എന്തായാലും അത് പിന്നെ വീട്ടിന്റെ സൈഡിലേക്ക് ചെരിയും. അപ്പൊ അത് മുറിക്കാൻ ആള് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ മുറിക്കുന്നത്. ഓക്കെ, മുറിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേരേതാ? സുശാന്താ? കുഞ്ഞിരാമ. രാമേട്ടനും ടീമാണ് ഇപ്പൊ മുറിക്കുന്നത് കേട്ടോ. നമുക്ക് കണ്ടോക്കാം. നിങ്ങളുടെ പേരെന്താ? പ്രകാശ്. നമ്മള് തെങ്ങിന്റെ അവസ്ഥ. പ്രകാശ് ചേട്ടാ, ഇത് ഇന്നൊരു ദിവസം കൂടി വെച്ചതിന് എന്താ അവസ്ഥ? ഇന്ന് പോയി. ഇപ്പൊ നമ്മൾ മുറിച്ചായിട്ട് എനിക്കെന്താ പറയാ, ഇതെങ്ങനെയാ ഉള്ളത് നോക്ക്. അയ്യോ, ഇതാ ഉള്ളത് ഫുള്ള് തരിപ്പടായില്ലേ? തരിപ്പടായി. ഇന്നും നമ്മൾ മുറിക്കാൻ കഴിയില്ല. ഓ, തെങ്ങിന്റെ മേലെ സൂപ്പറാ. തെങ്ങിന്റെ താഴെ ഫുള്ള് പോയിനേട്ടാ. തെങ്ങ് മുറിക്കുന്ന കാണാൻ വേണ്ടി രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു തെങ്ങ് മുറിക്കുന്ന തന്നെയാണോ? തെങ്ങ് മുറിക്കുന്ന തന്നെയാണോ? കണ്ടോ, ഇങ്ങനെ തന്നെയാണോ? തെങ്ങ് മുറിക്കുന്ന തന്നെയാണോ? തെങ്ങ് നോക്കെന്ത് തെങ്ങ് മുറിക്കുന്ന ടൂളിലെടുത്തിട്ട് വരുന്നുണ്ട്. ഇതെങ്ങനെ മുറിക്കാൻ കേറിയിട്ട് മുറിക്കാൻ കഴിയോ? അടിയില് വേണ്ട. തെങ്ങുമ്മ കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ മാവിന്റെ കൊമ്പൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല അതിന്റെ മുകളിൽ കട്ടക്ക് ഉറുമ്പുണ്ട്. നല്ല ചോന്ന ഉറുമ്പ് കൂടുകട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇത് 90% തീർന്നല്ലേ? തെങ്ങിന്റെ മോൾ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ കയറ് കെട്ടാൻ വേണ്ടി കയറുന്നുണ്ട് കേട്ടോ. വെള്ളം തമശ നീക്കി വെച്ചിട്ട് കാണിച്ചുതരാം. എന്തിനും അങ്ങനെ ചിന്തിക്കല്ല. നന്ന ഈസി ആക്കണ്ടല്ലേ? ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ തെങ്ങ് കയറാൻ ഉപയോഗിക്കുന്ന, ഈ തേങ്ങ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ കേട്ടാ. ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടാവും. ഒന്ന് ഒരു കാലിൽ ഫിക്സ് ചെയ്തിട്ട് ഒന്ന് മറ്റേ കാലിൽ ഫിക്സ് ചെയ്തിട്ട് കയറുന്ന സംഭവമാണ്. അപ്പൊ ഇത് കയറിയിട്ട് അവിടെ തെങ്ങ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. തെങ്ങിന്റെ അടുത്തുള്ള മാവിന് നല്ല ചോന്ന ഉറുമ്പുള്ളതുകൊണ്ട് ഇയാളെ മേത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നെ. അപ്പൊ ആളത് എന്താ പറയാ, കുറെ തട്ടിയും തെറിപ്പിച്ചിട്ടൊക്കെയാണ് കയറി പോകുന്നത് കേട്ടോ. ആളത് മൂക്കിലും കണ്ണിലൊക്കെ തലയിലൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഭാഗം കണ്ട് മൂപ്പർ നല്ല അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. അപ്പൊ തെങ്ങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ മുകളിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. അത് കയറ് കെട്ടിയിട്ട് മുകളിലേക്ക് കയറ്റുന്നത്. താഴെ ഒരാൾ കയറ് കെട്ടുന്നുണ്ട്. കയറ് കെട്ടിയിട്ട് മുകളിലുള്ള ആളിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. My God. അയ്യോ, അപ്പൊ അങ്ങ് പോയി കഴിഞ്ഞാല് ഇറങ്ങി പോയി കഴിഞ്ഞാല് അപ്പൊ തെങ്ങിന്റെ മോൾ ഭാഗം കട്ടിയതിനു ശേഷം ആ കയറൊക്കെ ഊരി താഴേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ താഴത്ത് രണ്ടാൾക്കാർ കയറൊക്കെ എന്താ പറയാ
അത് റോൾ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ തൊട്ട് താഴ്ന്ന ആദ്യം കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആള് താഴേക്ക് ഇറങ്ങി രണ്ടാമത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കയറൊക്കെ കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സെറ്റാക്കിയതിന് ശേഷം മൊത്തം സെറ്റാക്കിയതിന് ശേഷം മാത്രമേ അത് കട്ട് ചെയ്യും. അത്ര വലിയ തെങ്ങല്ലെങ്കിലും പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ അവസ്ഥയിൽ ഈ തെങ്ങ് കട്ട് ചെയ്യാണ്ട് വയ്യ കേട്ടോ. കാരണം നമ്മൾ വീടിൻ്റെ സേഫ്റ്റി നമ്മൾ എന്തായാലും നോക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ മയക്കത്ത് കാറ്റൊക്കെ വന്നാൽ തീർച്ചയായും അത് ഇങ്ങോട്ട് ചാരാൻ, അതായത് ഇങ്ങോട്ടേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. നമ്മളെ വീട്ടിൽ ആകെ ബാക്കിൽ 2 തൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തൈൻ്റെ അവസ്ഥ ഇങ്ങനെയായി. പിന്നെ വേറൊരു തൈ തൊട്ടപ്പുറം തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൽ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക, സേഫ്റ്റി നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ ഈ മയക്ക് ചില സമയം വീട്ടിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര നഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടി കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തെങ്ങ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേപോലെ 3-4 ആൾ ഉണ്ടാവുമെങ്കിലും ഇത്ര സിമ്പിളായിട്ട് എന്തായാലും അവർക്ക് ഒരു തൈ അല്ലെങ്കിൽ ഒരു തെങ്ങ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇന്ന് മെഷീനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് വളരെ എളുപ്പത്തിലാണ് ഒരു തെങ്ങൊക്കെ മുറിച്ച് കളയുന്നത്. എത്ര വേഗം തന്നെ 10 മിനിറ്റ് കൊണ്ടാണ് ഈ തെങ്ങൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അത്രയും സിമ്പിളായിട്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ടാണ് ഒരു തെങ്ങൊക്കെ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇവർ വേറൊരു സൈറ്റിൽ ഇതേപോലെ മരങ്ങളൊക്കെ മുറിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വിളിച്ചപ്പാടന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വേഗത്തിൽ തൈ കട്ട് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഫാസ്റ്റായിരുന്നു ഇവരെ വർക്ക്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സാധനമാണ് തെങ്ങിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനം കേട്ടോ. ഈ തെങ്ങിൻ്റെ കണ്ടാന്നൊക്കെ പറയുന്ന സാധനം ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അത് ഈ തേങ്ങ ഉണ്ടാകുന്ന ആ ഭാഗത്താണ് ഈ സാധനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി കട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഇതിന് ഇത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഉള്ളിൽ കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ മുപ്പിയും അതുപോലെ തന്നെ ഉമ്മയൊക്കെ ഇതിനാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ സാധനം ഇതൊന്നൊന്നര ടേസ്റ്റി സാധനം കേട്ടോ. അടിപൊളി സാധനം ഇത്. ഇതാണ് നമ്മുടെ സാധനം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തെങ്ങ് മുറിച്ചത്. നമ്മളെ തെങ്ങൊക്കെ 10 മിനിറ്റ് കൊണ്ടാണ് മുറിച്ച് കഴിഞ്ഞാട്ടാ. എന്ത് സ്പീഡാണ് സംഭവം അതിനെ. പണ്ടൊക്കെ ഒരു തെങ്ങ് മുറിക്കാന്ന് പറഞ്ഞാൽ വലിയ ആനക്കാരാ. 10 മിനിറ്റ് കൊണ്ട് തെങ്ങ് മുറിച്ച് അവർ പോയി. അപ്പോൾ മഴക്കാലല്ലേ, അപ്പോൾ സേഫ്റ്റി നിർബന്ധം കേട്ടോ. വീട്ടിലേക്ക് ചാനക്കുന്ന മരങ്ങളിൽ സ്വാഭാവികമായിട്ട് മുറിക്കേണ്ട കാര്യമാണ്. അത് ഇപ്പോഴേ മഴ തുടങ്ങുന്നതിന് മുന്നേ ചെയ്തതിനെ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും. നേരെ മറിച്ച് ആ തെങ്ങ് വീട്ടിൻ്റെ സൈഡ് വീണെങ്കിൽ ആ സൈഡ് മൊത്തം തകരും. അല്ലെങ്കിൽ ഗടകിൻ്റെ സൈഡ് വീണെങ്കിൽ ഗടക് മൊത്തം തകരും. അപ്പോൾ മുൻകൂട്ടിയിട്ട് എല്ലാം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എല്ലാവരും സേഫായിരിക്കാം. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.